ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ വളരെ ബിഗിനേഴ്സിന് ഇപ്പോൾ ഫിഗ്മ എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. ഫിഗ്മ എന്ന് പറയുന്ന വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഡിസൈനിങ് ടൂളാണ് ഇന്ന് മാർക്കറ്റിൽ. ഓക്കെ, അപ്പം ഫിഗ്മ എന്ന് പറയുന്നത് ഇത്രയും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗ്മേൻ്റെ കൊളാബറേറ്റ് ചെയ്ത് വരയ്ക്കുക എന്നുള്ള ഫീച്ചേഴ്സാണ്. അതായത് നമുക്ക് ഫിഗ്മയിൽ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടീംസിന് ഇൻകോപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ദുബായിൽ നിന്ന് ഒരു പ്രൊജക്റ്റിൽ വരയ്ക്കുകയാണ്. ഓക്കെ, എൻ്റെ ടീം മെമ്പേഴ്സ് മേ ബി ജർമ്മനിയിലോ യു കെയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വാട്ടെവർ വേൾഡിൽ എവിടെ ആയിക്കോട്ടെ, ഇവർക്ക് എന്നെ സെയിം പ്രൊജക്റ്റിൽ വരയ്ക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതായത് സെയിം പ്രൊജക്റ്റിൽ ലൈവായിട്ട് അവർ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം, നമ്മൾ വർക്ക് ചെയ്യുന്ന അവർക്കും കാണാം. അപ്പോൾ ഈസിയാണ്, നമുക്ക് എവിടെ നിന്നിട്ടും ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പം നമ്മൾ ഈ പാൻഡമിക് പോലത്തെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ടൂൾസ് വന്നപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ റിമോട്ടായിട്ടും അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം ഒക്കെ വരയ്ക്കുന്ന ടൈമിൽ നമുക്കൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മളൊരു ഓഫീസിൽ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ ഡിസൈനിങ് ടൂൾ ഈ ഒരു ടൂൾ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം, കൊളാബറേറ്റ് ചെയ്ത് വരയ്ക്കാം. വേൾഡിൻ്റെ ഏത് കോർണറിൽ നിന്നിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മാർട്ടാണ് ഫിഗ്മ. ഇപ്പം നമ്മൾ അഡോബീൻ്റെ ക്രിയേറ്റീവ് ക്ലൗഡ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്ററൊക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വരാൻ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് എടുക്കും. ഇപ്പോൾ ഫിഗ്മ ആണെങ്കിൽ വളരെ എഫിഷ്യൻ്റാണ്, വളരെ ഫാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം, ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇത്രയും ആൾക്കാർ ഫിഗ്മ യൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളുണ്ട് സോൾവ് ചെയ്യാൻ ഈസിയാണ്. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈനിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡിസൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ ചെയ്ത് നമുക്ക് ക്ലയൻസിനോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനും അതിന് റീപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതായത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസൈൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവർക്ക് അവിടെ ഫീഡ്ബാക്ക് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് റീപ്ലൈ ചെയ്യാം, അതിന് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സാണ് ഡിസൈനിലുള്ളത്. അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡിസൈൻ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജും കൂടി ഉണ്ട്. അതായത് അത് ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുക അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഡെവലപ്പേഴ്സിന് ക്ലോസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻസ് ചെയ്തിട്ടേ അതിൻ്റെ യൂസ് ഉള്ളൂ. അപ്പം ആ ഒരു രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ക്ലോസ് ആണ് നമ്മൾ ഡിസൈനിൽ. ഇപ്പോൾ പാഡിങ് ആയിക്കോട്ടെ, മാർജിൻ ആയിക്കോട്ടെ, നമ്മൾ ബോക്സിൻ്റെ അപ്പിയറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോഴേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അത് ഡെവലപ്മെൻറ്റിനും കുറച്ചും കൂടി എളുപ്പമാണ്, ഈസിയാണ്. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന പക്ക ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതൊരിക്കലും നമുക്ക് സേവ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഇലിസ്ട്രേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഫയൽ ലോസ് ആവും. നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടില്ല. അപ്പം ഇത് ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ സേവ് ആണ്, ക്ലൗഡിൽ സേവ് ആണ്. നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് ബാക്കപ്പ് കിട്ടും, അതിൻ്റെ ലോഗ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മളെ ഫയൽ മിസ്സാവില്ല. പിന്നെ എന്ന് പറയുന്നത് ഇത് പോർട്ടബിൾ ആണ്. പോർട്ടബിൾ മീൻസ് പഴയ കാലത്തെ പോലെ നമ്മളൊരു ഫയൽ ഒരു ലോക്കലിൽ സേവ് ചെയ്ത് ആ ഫയലിനെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ഫയലിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കൺട്രീൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ മതി, നമുക്ക് ഫയൽസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ്, വെരി പോർട്ടബിൾ ആണ്. പിന്നെയുള്ളത് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. യൂസർ ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റാണ്, വളരെ മിനിമലായിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. ഏതൊരു ആൾക്കാർക്കും ഇതിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതിന് വലിയ ഡിസൈൻ സ്കിൽസൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും ടൂൾസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇൻ്റർഫേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫിഗ്മയിൽ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഏതൊരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഫിഗ്മ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്രയും മിനിമലായിട്ടാണ് ഇൻ്റർഫേസും UI ഒക്കെ ഉള്ളത്. അപ്പം വളരെ ഈസിയാണ്, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫിഗ്മ ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നമുക്കറിയാം ഗൂഗിളിൽ പോവുക, figma.com കയറുക, ഫിഗ്മയിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ പോവുക,
ഡൗൺലോഡ് ഓപ്ഷനിൽ പോവുക. ഇവിടെ മാക്കിനും വിൻഡോസിനുമുള്ള ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ മാക് OS ആയതുകൊണ്ട് നമുക്ക് മാക് ചൂസ് ചെയ്യാം. DMG ഫയലിൽ ഇതാ ഡൗൺലോഡായി. ഈ DMG ഫയൽ നമ്മൾ ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് നിങ്ങളൊരു യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗ്മ റെഡി ടു യൂസ് ആണ്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ പോയിട്ട് നിങ്ങളുടെ ഡിവൈസിൽ ഫിഗ്മ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് ഫിഗ്മേൻ്റെ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഫിഗ്മ അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. See you, bye guys.